പ്രേക്ഷകർക്കും ഒപ്പം ജോസ് ചെമ്പേരിക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതെല്ലാം പുനരുജ്ജീവിപ്പിച്ചു. നിങ്ങൾ അന്ന് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിന്റെ ഏത് പോസ്റ്റിലേക്ക് അന്ന് ജില്ലാ സെക്രട്ടറി ആണ്. അന്നേരം ജില്ലാ ഭട്ടസാർ ജില്ലാ പ്രസിഡന്റ്, ഞാൻ ജില്ലാ സെക്രട്ടറി. അപ്പോഴേ 80 തെരഞ്ഞെടുപ്പ്, 80 തെരഞ്ഞെടുപ്പ് ഡോക്ടർ കെ.സി. ജോസഫ് ഇരിക്കൂർ ഒന്നും മത്സരിച്ചു. അതെങ്ങനെ കെ.സി. ജോസഫ് പെട്ടെന്ന് ഉദയം? അല്ല, പുള്ളി UDFന്റെ ആളായിട്ട്. അന്ന് ഡോക്ടർ കെ.സി. ജോസഫ് അല്ല, ഡോക്ടർ കെ.സി. ജോസഫ്. അപ്പൊ എങ്ങനെയാന്ന് അറിയത്തില്ല, ഈ ഭട്ടസാർ ഉൾപ്പെടെയുള്ളവര് എങ്ങനെ അവരെ വീഴ്ചെന്നറിയത്തില്ല, അവർ കെ.സി. ജോസഫ് എന്ന് വേണമെങ്കിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കേരള കോൺഗ്രസ് അല്ല, ജോസഫ് ഗ്രൂപ്പിന്റെ. അതായത് അന്ന് മാണി ഗ്രൂപ്പിന്റേതായിട്ട് ജോസഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ജോസഫും മാണി ഒരു ഗ്രൂപ്പാണ്. അപ്പം അതിനകത്ത് ചേർന്നതായിട്ട് പിള്ള ഗ്രൂപ്പ് പിരിച്ചു വിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ പരിപാടിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം പിരിച്ചു വിട്ടെന്നുള്ള വാർത്തയെ കഴിഞ്ഞ് വലിയ വാർത്ത, പിരിച്ചു വിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ മാതൃഭൂമിയിലെ ശശി ഭയങ്കരമായിട്ട്, അയ്യോ പിരിച്ചു വിട്ടെന്നുള്ള വാർത്ത കുഞ്ഞും കേരള കോൺഗ്രസ് പിരിച്ചു വിട്ടിട്ടില്ല എന്നുള്ളത് ജോസ് ചെമ്പേരി പറഞ്ഞ വലിയ വാർത്തയും. എൻ്റെ കൂടെ ആരും ഇവിടെ നേതാക്കന്മാർക്ക് അപ്പുറം ഒരു PS ജോസഫ് ഉണ്ട്, KC-യുടെ, പിന്നെ ഒരു ജോണി ഉണ്ട്, അങ്ങനെ ചുരുങ്ങ ആളുകളുള്ളൂ. അപ്പം അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിയുന്നു. ഞാൻ ഉടനെ തന്നെ കാസർഗോഡ് ഭാഗത്തേക്ക് പോയി. അവിടെയുള്ള ഭൂരിപക്ഷം ആളെ ഈ കൂടെ നിർത്തുന്നു. തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണപിള്ള സാറ് 80 വൈദ്യുതി മന്ത്രിയാകുന്നു. 37,000 വോട്ടിൻ്റെ കൊട്ടാരക്കര റെക്കോർഡ് ഭൂരിപക്ഷം ജയിച്ചും വൈദ്യുതി മന്ത്രിയായി. അപ്പം സാറിനൊരു വലിയ അടുപ്പം. വെട്ടമൊക്കെ പോയിട്ട് ഞാൻ പാർട്ടിയെ പിടിച്ചു നിർത്തിയല്ലോ. ചുരുക്കി പറഞ്ഞ അന്ന് പോലെ ഞാൻ ബാലകൃഷ്ണപിള്ള സാറിന്റെ മാനസപുത്രനായി മാറി. പ്രൊമോഷൻ വന്നോ അന്നേരം? പിന്നെ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയില്ലേ. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഈ ഒരു പ്രൗഢിയിൽ എന്ന് പറഞ്ഞാൽ മലയോരം മുഴുവൻ വൈദ്യുതി കൊടുത്തില്ലേ. ബാലകൃഷ്ണപിള്ള സാറല്ലേ ആകെപ്പാടെ അന്ന് LCT കൊണ്ടുള്ള 5.5 ലക്ഷം കണക്ഷനാണ് മൊത്തം ഉള്ളത്. അതിന്റെ ഇരട്ടി കണക്ഷന് ഒരു 2 കൊല്ലം കൊണ്ട് പുള്ളി കൊടുത്തു. മലബാറിലെല്ലാം സ്പെഷ്യൽ ഓർഡർ അല്ല, മലബാറിലൊക്കെ ഈ മിനിമം കാർഡ് വെച്ച് കിടക്കുകയല്ലേ. എത്രയോ വർഷങ്ങളായി. അവർ കണ്ണൂർ പുള്ളി വന്നു. റെയിൻബോ ടൂറിസ്റ്റുള്ള ജില്ലാ കമ്മിറ്റി. അപ്പോൾ കണ്ണൂർ പുള്ളി വന്നപ്പോൾ ഗസ്റ്റ് ഹൗസ് മുഴുവൻ പരിസരം മുഴുവൻ അച്ഛന്മാരാണ്. ഈ അച്ഛന്മാർക്കെല്ലാം വേണ്ട കരണ്ടാണ്. പുള്ളിയെല്ലാം കണ്ട് മനസ്സിലാക്കി ജില്ലാ കമ്മിറ്റിക്ക് വന്നു. ഞാൻ ഈ ഇവിടുത്തെ അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ശരിയാക്കാൻ ജോസഫ് ജില്ലാ കമ്മിറ്റി പറഞ്ഞു. ഒരു കൺസ്ട്രക്ഷൻ ഡിവിഷൻ കണ്ണൂരിനായിട്ട് പ്രത്യേകം ഉണ്ടാക്കി. അവർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്റ്റാഫിനെ കൊടുത്തു. അവരുടെ പണി ഈ മിനിമം കാർഡ് വെച്ച 76 വരെ മിനിമം കാർഡ് വെച്ച 76 വരെ മിനിമം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ലൈൻ പോകാൻ തടസ്സമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ജനങ്ങൾ കൂടി KSEBക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതാണ് മിനിമം ഗ്യാരണ്ടി. അപ്പം 80 വരെ 76 വരെ 75 വരെ മിനിമം കാർഡ് വെച്ച് മുഴുവൻ ലൈനും എടുക്കാൻ പറഞ്ഞു. പട്ടല്ലേ വൈദ്യുതി ഇങ്ങോട്ട് വന്നു. അതാണ് അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒറ്റ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിട്ടില്ല. അതൊക്കെ നിങ്ങൾ അച്ഛന്മാരായാലും അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ മന്ത്രിമാരുണ്ടായിരുന്നു അല്ലേ? എടൂര് പല സംഭവമായ ഒരു കാര്യമാണ്. എടൂര് നൂറുദ്ദീൻ അന്ന് മന്ത്രിയാ. അങ്ങനെ അത് കഴിഞ്ഞ് 80 പിള്ള ഗ്രൂപ്പ് മാണിസാർ മുന്നണിയിലുണ്ട്, ഇടതു മുന്നണിയിലുണ്ട്. പിള്ള ഗ്രൂപ്പ് മാണി ഗ്രൂപ്പായിട്ട് ഒന്നിക്കുന്നു. ആ ഒന്നിപ്പിൽ PTOS ജില്ലാ പ്രസിഡന്റ്, PTOS അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു മാണി ഗ്രൂപ്പിന്റെ. ഞാൻ ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ മുന്നോട്ട് പോയി. ജില്ലയും കൊടുത്ത് 84 എൻ്റെ കല്യാണം. ബാലകൃഷ്ണപിള്ള സാറിൻ്റെ സ്റ്റേറ്റ് കാറിൽ ഞാനിങ്ങനെ പള്ളിയിലേക്ക് പോകുന്നു. ജില്ലാ സെക്രട്ടറിയാണ്? ഇല്ല, അന്ന് ഞാൻ ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് കാറിൽ. അതായത് അന്നത്തെ പാർട്ടിയുടെ മാണിയുടെ ചെയർമാൻ ലൂക്കോസാണ്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ സ്റ്റേറ്റ് കാർ വന്നു. ബാലകൃഷ്ണ സാറും മറ്റേ ലൂക്കോസും കൂടെ ഇറങ്ങി വന്നു. എന്തോ നാരങ്ങാവളം എന്തോ കുടിക്കാൻ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു. ജോസഫ് റെഡിയായി? ഞാൻ റെഡിയായി സാറേ, എന്നാൽ വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നടുക്ക് എൻ്റെ ഇപ്പുറത്ത് ലൂക്കോസുമായിട്ട് ചെമ്പേരി പള്ളിയിൽ പോയി. അവിടെ ചടങ്ങ് ആരംഭിച്ചു. അപ്പോൾ അച്ഛൻ വലിയ ബഹുമാനത്തോടെ അദ്ദേഹത്തിന് കസേര ഇരുന്നില്ല. കല്യാണം
കാരണം കുർബാന കുറേ സമയം നീണ്ടു അതൊക്കെ ഉണ്ട്. പ്രസംഗത്തിൻ്റെ സമയത്ത് മാത്രം അദ്ദേഹം ഇരുന്നുള്ളൂ. ആ കെട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു വലിയ പുതിയ അനുസ്മരണ യോഗം. അന്ന് കേരള കോൺഗ്രസിൻ്റെ ഈ മറ്റേ കുതിരവട്ടം മരിച്ചുപോയി. സ്കറിയ തോമസ് MP ആണ്. ഇവരെല്ലാം ആദ്യം കണ്ണൂർ വരുന്നത് അങ്ങനെയാണ്. പിന്നെ LCT ബോർഡിൻ്റെ കാർ, ആദ്യമായിട്ടൊരു മന്ത്രി വന്നത് ആദ്യമായിട്ടായിരിക്കും. അത്രയധികം മന്ത്രിമാരൊക്കെ LCT ബോർഡിൻ്റെ കാർ എത്രയാണ് വന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ചെയർമാൻ ഉൾപ്പെടെ ഒരു പട ഇങ്ങനെ പോരും. അത് ബാലകൃഷ്ണ സാർ ഇവിടെ ഇങ്ങനെ പോരും. അങ്ങനെ കല്യാണം കഴിഞ്ഞു. നാട്ടിൽ നടന്ന ഏറ്റവും വലിയ കല്യാണം നിങ്ങളുടെ തന്നെ. അതെ, 3000 ആൾ പങ്കെടുത്തു. 3000 ആൾ അന്നത്തെ കാലത്ത് വന്നു. ഉച്ച കഴിഞ്ഞ കല്യാണം. അതുകൊണ്ട് ഷീൻ ബേക്കറിയിൽ നിന്ന് ഒരു പലഹാരങ്ങളാണ് കൊടുത്തത്. അതിൻ്റെ എല്ലാ ഇടപാട് നമ്മുടെ ശ്രീധരേട്ടനാണ് നടത്തിയത്. കല്യാണം ഈ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ. അതിൻ്റെ ഒരു കാരണമുണ്ട്. കല്യാണ ശ്രീധരേട്ടൻ്റെ കവിതാ തിയേറ്ററിന് കണക്ഷൻ കൊടുക്കുന്ന ഒരു അവധി ദിവസമാണ് നമ്മുടെ കവിതാ തിയേറ്റർ, കണ്ണൂരിന്റെ ഏറ്റവും വലിയ തിയേറ്റർ സമുച്ചയം. അതായത് ഞായറാഴ്ച ഉദ്ഘാടനം. മന്ത്രി ബേബി ജോണാണ് ഉദ്ഘാടകൻ. അപ്പം ശാരദ മുഖ്യ അതിഥി, നടി ശാരദ. തലേന്ന് സെക്കൻഡ് സാറ്റർഡേയാണ്. ഞാൻ കാസർഗോഡ് ഭാഗത്ത് ഒരു പാർട്ടി പരിപാടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അന്ന് ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത കാരണം ഈ പരിപാടി നടക്കുന്ന വീട്ടിലെ ലാൻഡ് നമ്പർ വീട്ടിൽ വിളിച്ചു കൊടുക്കുക. അപ്പോൾ ശ്രീധരൻ്റെ വീട്ടിൽ വിളിച്ചു. അവർ തുറന്നെന്ന് പറഞ്ഞു. ശ്രീധരൻ്റെ ഒരു ഇമ്മീഡിയറ്റ് കോൾ വന്നു. വീട്ടുകാരുടെ ഫോൺ വന്നു. ജോസ് അത്യാവശ്യമായിട്ട് കാണാം. ഞാൻ എങ്ങനെയാണ് ശ്രീധരൻ്റെ അത്യാവശ്യമായിട്ട് കാണാം? ഞാൻ ഇവിടെയല്ലേ. അത് സാരമില്ല, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ റോഡിലേക്ക് എറിയുന്ന കാർ അവിടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് കാർ കൊണ്ട് തന്നെ കവിത ഹോട്ടൽ കവിത താമസിപ്പിച്ചു. ഡ്രൈവർ 7 മണിക്ക് ശ്രീധരേട്ടനെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ 7 മണിക്ക് അവിടെ ചെല്ലും. എന്നും ശ്രീധരേട്ടൻ ആകപ്പാടെ ഒരു വല്ലാത്ത വെപ്രാൾപ്പെട്ട, ജോസേ നമ്മുടെ തിയേറ്ററിന് കണക്ഷനായില്ല, ഞാൻ ആകപ്പാടെ നാണം കെട്ടു. അപ്പം ഞാനിപ്പോൾ ബാലകൃഷ്ണനെ വിളിക്കും. ഞാൻ പറഞ്ഞു, സാറ് ബാംഗ്ലൂരുള്ളത്, എനിക്ക് നമ്പർ എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം ബോർഡ് ചെയർമാനെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. തിരുവിക്രം എന്നാവരാ ചെയർമാൻ. ഞാൻ പുള്ളിയെ വിളിച്ചു. അപ്പം ഞാൻ സാറിൻ്റെ ഒരാളെന്ന നിലയ്ക്ക് എല്ലാ ബോർഡിൽ എല്ലാവർക്കും അറിയാം. സാർ ഇങ്ങനൊരു വിഷയമുണ്ട്. ശ്രീധരേട്ടനും നമ്മുടെ ഒരു സാറിനൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ്. മാത്രമല്ല ബേബി ജോണാണ് ഉദ്ഘാടനം ചെയ്തത്. ശാരദയുണ്ട്. കണക്ഷൻ കിട്ടില്ല. വലിയ നാണക്കേടാണ്. എന്താ കണക്ഷൻ കിട്ടാഞ്ഞത്? ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് പേപ്പർ കിട്ടിയില്ല. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ, ഇന്നലെ കിട്ടുമെന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് കിട്ടിയില്ല. കണക്ഷൻ കൊടുക്കണം. ഞാൻ ആരോടെ ജോസെ പറയാം? ഞാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ കൺസൾട്ട് AXC വിളിക്കാം. എനിക്ക് പരിചയമുള്ള യൂണിയൻകാരനോട് പറഞ്ഞു. പെട്ടെന്ന് AXC ഉള്ളത് പറഞ്ഞാൽ ഇട്ട ബട്ടൻ്റെ ഷർട്ട് ഒരു നേരെ ഇടാതെ ചെയർമാൻ വിളിക്കുകയല്ലേ. ശ്രീധരൻ്റെ ആഫീസ് വന്നു. ഇമ്മീഡിയറ്റ് കോൾ വിളിച്ചു. പെട്ടെന്ന് കിട്ടി. ചെയർമാനെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോണ് കൊടുത്തു. കണക്ഷൻ കൊടുത്തേര് പേപ്പർ പിന്നെ വന്നോളൂ എന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കാൻ സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പണി നടക്കുകയല്ല. എവിടെ നടക്കാൻ? ആ ബന്ധം ഇന്നും ശ്രീധരന്റെ ഫാമിലി ആയിട്ടുണ്ട്. ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതെ, ഓക്കെ. അങ്ങനെ ബാലകൃഷ്ണപിള്ളയായിട്ടുള്ള ഗ്രൂപ്പ് നടക്കുന്നു. മന്ത്രിയായ കാലഘട്ടം കഴിയുന്നു. അതിനുശേഷം വീണ്ടും ഈ കേരള കോൺഗ്രസ് ഒന്നിച്ചു. നയനാരുടെ ഗവൺമെന്റ് പോയി. അതിനുശേഷം കരുണാകരന്റെ ഗവൺമെന്റ് വന്നു. ഞങ്ങളൊക്കെ അന്ന് കരുണാകരന്റെ കൂടി. അപ്പോഴും 2 കേരള കോൺഗ്രസേ ഉള്ളൂ. അപ്പൊ 2. പിന്നെ അത് വീണ്ടും ഒന്നിച്ചു. അത് അന്ന് 2 കേരള കോൺഗ്രസ്. PJ ജോസഫിന്റെ കേരള കോൺഗ്രസും മാണി ഗ്രൂപ്പും ഉള്ളൂ. മാണിയിലാണല്ലോ ഞങ്ങള്. അപ്പം PJ ജോസഫ് അന്ന് ഇതിന്റെ കൺവീനറായിരുന്നു LDFന്റെ. ഏതായാലും കരുണാകരൻ സർക്കാർ അധികാരത്തിൽ വന്നു. KM മാണി അതുപോലെ തന്നെ ധനകാര്യമന്ത്രി, ബാലകൃഷ്ണപിള്ള അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് കിട്ടി. PJ ജോസഫും TN ജേക്കബും ഉണ്ട്. PJ ജോസഫിന് ഏതാ വകുപ്പ് ഞാൻ ഓർമ്മിക്കുന്നില്ല. TN ജേക്കബ് ആയാലും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അങ്ങനെ ഇത് യോജിക്കപ്പെടാന്നറിയോ? കരുണാകരൻ്റെ ഇടയ്ക്ക് ഒരു വിദേശയാത്ര പോയി. ആ സമയത്തെ യോജിക്കുന്നത്. എൻ്റെ ചില കുബുദ്ധികൾ പറയുന്നത് കരുണാകരൻ ഇല്ലാതിരുന്നതുകൊണ്ടാണ് യോജിപ്പ് നടന്നതെന്നാണ് പറയുന്നത്. ഞാനതിലേക്ക് മരിച്ചുപോയി. അദ്ദേഹത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയം. അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യം അദ്ദേഹം ചെയ്തു കൂട്ടിയാൽ മതി. ഏതായാലും വീണ്ടും ഒന്നിച്ചു. അപ്പോൾ താങ്കൾ ഏത് പോസ്റ്റിലെത്തി? അപ്പോഴും ഞാൻ പലപാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുകയാണ്. മേലേക്ക് പോകുന്നില്ല. ഇല്ല. അത് കഴിഞ്ഞ് വീണ്ടും കേരള കോൺഗ്രസ് 2 ആകുന്നു. ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പുമായിട്ട് വീണ്ടും 2 രണ്ടായത് കാരണം അന്ന് ഈ AK തന്നെയാണ് മുഖ്യമന്ത്രി. അതായത് രാജൻ കേസ് വന്ന്
കരുണാകരൻ പോയി. രാജിവെച്ചു. ഏറ്റവും കൂടുതൽ UDF ഭൂരിപക്ഷമൊക്കെ കിട്ടി. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അന്ന് മാണി സാറിനെതിരെ ഒരു കേസ് വന്നു, ഇലക്ഷൻ കേസ്. അത് ഒരു IG ഒരു തോമസ് ജേക്കബ് അങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ആ കേസിനെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. അന്ന് മാണി സാർ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. കേസ് സുപ്രീം കോടതി ജയിച്ചു വന്നപ്പോൾ തന്നെ പി ജോസഫ് സാറിന് പകരം കൊടുത്ത് പി ജോസഫ് മന്ത്രിസ്ഥാനം ഒഴിവായി, മാണി സാറിന് മന്ത്രിയായി. പക്ഷേ അപ്പോൾ പാർട്ടി ഇലക്ഷൻ വരുന്നു. ജോസഫ് ചെയർമാൻ സ്ഥാനത്തേക്ക് നിൽക്കുന്നു. പക്ഷേ മാണി സാറിനെ അടുത്ത് ചില കുബുദ്ധികളുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടായിരിക്കാം നമ്മുടെ ഒരു ഇടുക്കിയിലുള്ള നമ്മുടെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞയാളെ ചെയർമാൻ സ്ഥാനത്തേക്ക് മാണി സാർ വെക്കുന്നു. ജോസഫ് തോക്കുന്നു. അതോടെയല്ല ജോസഫ് ആ പിളർപ്പിൽ ബാലകൃഷ്ണ സാറ് നമ്മുടെ ഓലൂക്കോസ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പി ജോസഫിനെ പോകും. അങ്ങനെ അവരൊരു ഗ്രൂപ്പായി. പിന്നെ എപ്പോഴാണ് 3 ഗ്രൂപ്പ് വരുന്നത്? ബാലകൃഷ്ണ ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പ്, മാണി. ആയില്ല അപ്പോഴും 2 ഉള്ളൂ, ജോസഫും മാണിയേ ഉള്ളൂ. പിന്നെ 3 എപ്പോഴാണ്? അത് കഴിഞ്ഞ് ഈ പി ജോസഫ് ഒരു ജാഥ നടത്തി. ബാലകൃഷ്ണ സാറൊക്കെ ഉണ്ട് ജാഥ നടക്കാൻ. അപ്പം ബാലകൃഷ്ണ സാറിനോടോ മറ്റാരോടും ആലോചിക്കാതെ ഇടതു മുന്നിലേക്ക് പോകാൻ വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തി. ബാലകൃഷ്ണ സാർ അന്നേരം ആ കൊടിയും കൈ കൊടുത്തേച്ചും പുള്ളി കൊട്ടാരക്കരയ്ക്ക് പോയി, തിരിച്ചുപോയി. അങ്ങനെ ഞങ്ങൾ കൂട്ടില്ല, ഞങ്ങൾ UDF പറഞ്ഞു. അങ്ങനെ വീണ്ടും പിള്ള ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അങ്ങനെ 3 ഗ്രൂപ്പായി ഇപ്പോൾ. മാണി ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പ്, പിള്ള ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് പിള്ള ഗ്രൂപ്പിനെ അന്ന് മുതലേ ഞാൻ ജില്ലാ പ്രസിഡന്റ്. പിന്നീട് ഞാൻ ജനറൽ സെക്രട്ടറി ആയി. ബാലകൃഷ്ണ സാറിന്റെ തന്നെ അങ്ങനെ വന്നു. പിന്നീട് ജോസഫും അന്ന് പക്ഷേ TN ജേക്കബ് വന്ന് മാണി സാറിൻ്റെ കൂടെ വന്നു കേട്ടോ. അങ്ങനെ വന്നു. പിന്നത്തെ പിളർപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും പിളർന്ന് പുതിയ ഗ്രൂപ്പ് ഉണ്ടായല്ലോ. വീണ്ടും പിളർന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും നിങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി, ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണ സാറിന്റെ. പിന്നെ നിങ്ങൾ ഏതൊക്കെ ഔദ്യോഗിക പോസ്റ്റുകളിലേക്ക്? ഔദ്യോഗിക പോസ്റ്റുകളിലെ മറ്റേ എരുവശം മണ്ഡലം സെക്രട്ടറി ആയിട്ട് തുടങ്ങി. പിന്നെ ഇരിക്കൂർ നിയോജകം സെക്രട്ടറി ആയി, ജില്ലാ സെക്രട്ടറി ആയി, പിള്ള ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റായി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി. എല്ലാം പിള്ള ഗ്രൂപ്പിനോടൊപ്പം തന്നെ ഫുള്ളായിട്ട്. എപ്പോഴാണ് പിള്ള ഗ്രൂപ്പിൽ നിന്ന് മാറുന്നത് നിങ്ങൾ? പിള്ള ഗ്രൂപ്പിൽ നിന്ന് മാറിയത് ജോസഫ് പുതുശ്ശേരിയായിട്ട് ഒരു പ്രശ്നം ബാലകൃഷ്ണ ഉണ്ടാകും. അന്ന് 2 MLA-മാരുള്ളത് ബാലകൃഷ്ണ സാർ, ജോസഫും പുതുശ്ശേരി. ആ പുതുശ്ശേരിയായിട്ട് എന്തോ ഒരു അകൽച്ച ഉണ്ടായി. എന്താണെന്നറിയത്തില്ല. ഈ അകർന്നു കഴിഞ്ഞാൽ പിന്നെ ബാലകൃഷ്ണ സാറ് അവൻ്റെ ഇട്ടപ്പാട് തീർക്കും. തെറ്റിക്കഴിഞ്ഞാൽ അയ്യോ തീർക്കുമെന്നോ. എന്തൊക്കെയാണ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ മല്ലപ്പള്ളിക്കൂടെ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് മുഴുവൻ പുള്ളിയെ നിർത്തി. പുള്ളി ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് കരുണാകരൻ്റെ കൂടെ സർക്കാരിൽ. മലബാറിൽ എത്ര KSRTC ഞാനിട്ടെന്നറിയാമെന്ന് ഇഷ്ടം പോലെ ഇട്ടു. പിന്നെ പറയുന്നിടത്തൊക്കെ ബസ് പുള്ളിയും കിട്ടിയേക്കില്ല, വല്ല തർക്കമുണ്ടോ കാര്യത്തിൽ. അങ്ങനെ ഈ ആടെ ഇതെല്ലാം നിർത്തി. അപ്പം അന്ന് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 11 പേരാവുള്ളത്, ഒരുപാട് പേരൊന്നുമില്ല. അങ്ങനെ വന്നു. എന്നോട് പുതുശ്ശേരി തിരുവനന്തപുരത്തുള്ള ഇതൊന്നും വരാമെന്ന് വന്നു. ഞാൻ ചാത്തന്നൂർ തങ്കപ്പിള്ള, സെക്രട്ടേറിയറ്റിലുള്ള ആരാ ഒരു തോമസ് മാത്യു, പിന്നെ സേവ്യർ ലോക തിരുവനന്തപുരംകാരൻ, ഞാനും സെക്രട്ടേറിയറ്റിലുണ്ട്. അങ്ങനെ ഞങ്ങൾ 6 പേരുണ്ട്. ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പുതുശ്ശേരിയോട് കാണിക്കുന്നത് വലിയ അനീതിയല്ലേ, ഒരു MLA അല്ലേ ഉള്ളൂ, ജോസ് ഈ കാര്യത്തിലൊന്ന് സാറിനോട് പറയണം. ഞാൻ പറഞ്ഞു ഞാനിതും പറഞ്ഞിരുന്ന സാറിനെ ഓടിക്കല്ലേ എന്ന് ചോദിച്ചു. അല്ല ജോസ് ചെമ്പേരിക്ക് അത് നയപരമായി പറയാൻ അറിയാം. ഒരു ശരി എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് മൻമോഹൻ ബംഗ്ലാവിലാണ് ബാലകൃഷ്ണ താമസിക്കുന്നത്. പുള്ളി ഇങ്ങനെ ഉച്ചകൂടും കഴിഞ്ഞാൽ മെല്ലെ ഒരു മയക്കമാണ്. ഞാൻ മെല്ലെ വാതിലൊന്ന് തുറന്നു. എനിക്കെന്നാൽ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്, കയറിപ്പോകാനൊക്കെ. ഞാൻ വാതിലൊന്ന് തുറന്നു. എന്തുവാ ജോസേ ഉച്ച സമയത്ത് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ? എന്തുവാന്നാ പറയുന്നത് ആ കൊട്ടാരക്കര ശൈലിൽ. ഞാൻ കയറി വാ ഇരിക്കുക സാറേ, ഞാൻ പുള്ളിയുടെ അടുത്ത് ഇരിക്കാറില്ല, ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കുകയുള്ളൂ. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ, കാര്യം പറ. ഞാൻ സാറേ നമുക്ക് 2 MLA ഉള്ളൂ,
ആ പുതുശ്ശേരി കിടന്ന് കരഞ്ഞുകൊണ്ടാവും എം എൽ എ കോട്ടേജ് ഇപ്പോൾ അവൻ്റെ ബസ്സെല്ലാം തിരഞ്ഞ് പറഞ്ഞിട്ട് അവൻ്റെ കാര്യം പറയാനാണോ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞു ഇല്ല സാറേ, ഞാൻ സൂചിപ്പിച്ചോളൂ, തീരുമാനം സാറിൻ്റെ ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ അന്നേരം ഇറങ്ങിപ്പോകുന്നു. ഞാൻ വന്ന് വിവരം പറഞ്ഞു. അപ്പം ഇവർ തീരുമാനിച്ചു ഇനി ഇവിടെ നിന്നിട്ട് രക്ഷയില്ല. അപ്പം ടി എൻ ജേക്കബ് അന്ന് വിദേശ പര്യടനത്തില്ല, എന്തോ ഒരു അകൽച്ച ഉണ്ടെന്ന് ജേക്കബിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് കോള് വന്നു പുതുശ്ശേരി കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ വന്നിട്ട് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം കൂടി നമുക്കെന്താ ഒരു കാര്യം ചെയ്യും, നമുക്ക് ജേക്കബിൻ്റെ കൂടെ കൊടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ ആ പരിപാടിക്കില്ല. അതിൻ്റെ കാരണം ഞാൻ വ്യക്തമാക്കി. ഞാൻ പറഞ്ഞു നമ്മൾ നിന്നത് എം എൽ എമാരുടെ എണ്ണം നോക്കണ്ട, കേരളത്തിലെ അധികായനും അത് ശക്തനായ ഒരു നേതാവിനോടൊപ്പം വന്നത്, എന്നിട്ട് ദുർബലിൻ്റെ കൂടെ പോകാനോ? പോവുകയാണെങ്കിൽ അതുപോലെ ശക്തനായ ഒരാളോട് അത് മാണി സാറിനോടൊപ്പമാണ് ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വഴിക്ക് പോകാൻ പറഞ്ഞു. അല്ല, അപ്പം നിങ്ങൾ പുതുശ്ശേരിയോടായിരുന്നോ നിങ്ങളുടെ താല്പര്യം? അന്ന് അല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. ഞാനില്ല. അപ്പോൾ ഈ പുതുശ്ശേരി ജോസേ അവരെല്ലാവരും കൂടെ ഒറ്റ സ്വരത്തിലാണ് പറയുന്നത്, എന്നെ വീഴിക്കാൻ വേണ്ടിയാണ്. ജോസ് ഇന്ന് മുതൽ ചെമ്പേരി ഇന്ന് മുതൽ ബാലകൃഷ്ണ സാറിൻ്റെ ഗുഡ് ബുക്കിലില്ല. എന്നോട് കാണിച്ചറിയാവോ? അതുപോലെ ഗുഡ് ബുക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചെമ്പേരിയെ നശിപ്പിച്ച് നാരണക്കല്ല് പിടിപ്പിക്കും. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എടാ അത് ശരിക്ക് വേണ്ടി സംസാരിക്കാൻ പോയത് കൊണ്ട് ഗുഡ് ബുക്കിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. അപ്പം അങ്ങനെ വന്ന് അപ്പം എനിക്കും തോന്നി എൻ്റെ ഒരു മണ്ടത്തരമായിരിക്കാം, ശരിയാണെന്ന് തോന്നി ഞാനും ഇങ്ങനെ നിന്നു. ഇവരെ കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ മാണി ഗ്രൂപ്പിൽ ചെല്ലുന്നു. അന്ന് മാണി സാർ ഒരു കാര്യം ചെയ്തു, പുതുശ്ശേരി എന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തു. അന്ന് ഇന്നത്തെ പോലെ ഒരുപാട് പേര്, 62ാമത്തെ ആളായിട്ടാണ് ഞാൻ സെക്രട്ടേറിയറ്റ് വരുന്നത്. പുതുശ്ശേരി 62 പേരേ ഉള്ളൂ. അങ്ങനെ സെക്രട്ടേറിയറ്റ് വരുന്നു.